1792 ശ്രീരംഗപട്ടണം സന്ധിയോടെ മലബാർ പൂർണ്ണമായും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. കൊച്ചിയും തിരുവിതാംകൂറും നേരത്തെ തന്നെ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചതിനാൽ കേരളം മുഴുവൻ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി എന്നതാണ് ശരി. മൈസൂർ പടയ്ക്കെതിരെ ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്ന പലരെയും യുദ്ധാനന്തരം അവർ മറന്നു. മലബാറിനെ മുഴുവനായി വരുതിയിലാക്കിയ കമ്പനിപ്പട ഉയർന്ന നികുതി ചുമത്തിയും കാർഷിക വിഭവങ്ങൾ കൈയടക്കിയും ജനങ്ങളെ ചൂഷണം ചെയ്തു പോന്നു. ടിപ്പുവിനെ ഭയന്ന് നേരത്തെ തന്നെ പല രാജാക്കന്മാരും തിരുവിതാംകൂറിലേക്ക് പലായനം ചെയ്തിരുന്നു. എന്നാൽ ഒരാൾ മാത്രം തൻ്റെ രാജ്യത്തെയോ ജനതയോ വിട്ടുപോകാതെ അവർക്കൊപ്പം നിന്നു. കമ്പനിയുടെ ദുർഭരണത്തിനെതിരെ ജനങ്ങളെ അണിനിരത്തി ജാതിഭേദമന്യേ ജനങ്ങളെ ഒരുമിപ്പിച്ച് കമ്പനിപ്പടയെ പലകുറി മുട്ടുകുത്തിച്ചു. ചരിത്രം അദ്ദേഹത്തെ കേരള സിംഹമെന്ന് വാഴ്ത്തി. മലബാറിലെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈവന്നതോടെ അവർ ഉയർന്ന നികുതി ചുമത്തിയും ജനങ്ങളെ ചൂഷണം ചെയ്തും ഭരണം തുടർന്നു പോന്നു. കോട്ടയത്തിൻ്റെ അധികാരവും നികുതി പിരിക്കാനുള്ള അവകാശവും കേരളവർമ്മയ്ക്ക് നൽകാമെന്ന ഉറപ്പ് കമ്പനി ലംഘിച്ചു. മാത്രവുമല്ല, കോട്ടയത്തിൻ്റെ അധികാരം അമ്മാവനായ കുറുമ്പനാട് രാജാവിന് കൈമാറുകയും ചെയ്തു. ജനക്ഷേമത്തിന് വേണ്ടി, നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് കമ്പനിക്കൊപ്പം നിന്ന് പൊരുതിയത്. പക്ഷേ യുദ്ധാനന്തരം വ്യവസ്ഥകളെല്ലാം ലംഘിച്ചിരിക്കുന്നു. ഇനിയും ക്ഷമിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കിയ പഴശ്ശിരാജ കമ്പനിക്കെതിരെ ശബ്ദമുയർത്തി. കമ്പനിയുടെ നികുതി പിരിവ് മുടക്കിയും ഉദ്യോഗസ്ഥരുടെ അനീതിയെ ചോദ്യം ചെയ്തും കമ്പനി തോട്ടങ്ങൾ ആക്രമിച്ചും അദ്ദേഹം കമ്പനിക്കൊരു സ്ഥിരം തലവേദനയായി. എന്നാൽ അദ്ദേഹത്തോട് നേരിട്ട് പൊരുതാൻ കമ്പനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജനസമ്മതി അവരെ അസ്വസ്ഥരാക്കി. ഒടുവിൽ 1796 ഏപ്രിൽ മാസത്തിലെ ഒരു രാത്രിയിൽ കമ്പനി പട്ടാളം പഴശ്ശി കോവിലകം വളഞ്ഞു. കൊട്ടാരത്തിൽ അതിക്രമിച്ചു കയറിയ അവർ അവിടം കൊള്ളയടിച്ചു. പക്ഷേ പഴശ്ശിയും സംഘവും നേരത്തെ തന്നെ അവിടം വിട്ടിരുന്നു. ഇത്രയുമായതോടെ പഴശ്ശി വയനാടൻ കാടുകൾ കേന്ദ്രീകരിച്ച് കമ്പനിക്കെതിരെ പൊരുതാൻ തന്നെ ഉറച്ചു. നായർ പടയാളികൾ, കുറിച്യർ, കുറുമർ തുടങ്ങി ജാതിമത ഭേദമന്യേ ആളുകൾ അദ്ദേഹത്തിന് കീഴിൽ അണിനിരന്നു. കൂടാതെ രാജാവിനോട് കൂറുള്ള മുസ്ലിം സമുദായ നേതാക്കളും തങ്ങളാൽ കഴിയുന്ന വിധം അദ്ദേഹത്തെ സഹായിച്ചു. എടച്ചനക്കുങ്കൻ, കൈതേരിയമ്പു, തലക്കൽ ചന്തു തുടങ്ങിയ പ്രമുഖരും പഴശ്ശിപ്പടയ്ക്ക് കരുത്തേകി. വയനാടൻ കാടുകൾ പരിചിതമല്ലാതിരുന്ന കമ്പനി പട്ടാളത്തെ പഴശ്ശിയും സംഘവും വെള്ളം കുടിപ്പിച്ചു. കൈതേരി അമ്പുനായരും സംഘവും ക്യാപ്റ്റൻ ബൗമൻ്റെ സംഘത്തെ നിലംപരിശാക്കിയതോടെ കമ്പനിപ്പട അങ്കലാപ്പിലായി. കൂടാതെ പഴശ്ശിപ്പടയുടെ മിന്നലാക്രമണങ്ങളും അവരെ കുഴക്കി. എങ്കിലും അവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു: ടിപ്പു സുൽത്താനുമായി പഴശ്ശിരാജ ഒരിക്കലും ഒന്നിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ ദക്ഷിണേന്ത്യയിലെ തന്നെ തങ്ങളുടെ നില പരുങ്ങലിലാകും. ഇത് മുന്നിൽ കണ്ട് 1797 അവർ പഴശ്ശിരാജയുമായി സന്ധിയിലേർപ്പെട്ടു. ചിറക്കൽ രാജാവിൻ്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച സന്ധിക്ക് പക്ഷേ അല്പായുസായിരുന്നു. വ്യവസ്ഥകൾ വീണ്ടും ലംഘിക്കപ്പെട്ടതോടെ രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് തുടക്കമായി. വയനാടൻ കാടുകൾ വീണ്ടും പോരാട്ട ഭൂമിയായി. 4ാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ വീണതോടെ കമ്പനിയുടെ മുഴുവൻ ശ്രദ്ധയും വയനാടൻ കാടുകളിലേക്ക് തിരിഞ്ഞു. 1800 ആർതർ വെല്ലസ്ലി രംഗപ്രവേശം ചെയ്തതോടെ വയനാടൻ കാടുകൾ അരിച്ചു പെറുക്കാൻ ആരംഭിച്ചു. പഴശ്ശിയെയും സംഘത്തെയും ഏതു വിധേനയും പിടികൂടാൻ അവർ ഉറച്ചു. പക്ഷേ കാട് കളിത്തൊട്ടിലായിരുന്ന പഴശ്ശിപ്പടയെ ഒന്ന് തൊടാൻ പോലും അവർക്കായില്ല. 1802 ഒരു മിന്നലാക്രമണത്തിലൂടെ പഴശ്ശിപ്പട പനമരം കോട്ട തകർത്തു. കത്തിയമരുന്ന കോട്ട കണ്ട മേലധികാരികൾ വിറച്ചു. പഴശ്ശിപ്പട ക്ഷയിച്ചു കാണുമെന്ന് കരുതിയ അവർക്ക് തെറ്റി. ബോംബെ, മദ്രാസ്, മൈസൂർ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം കൂടുതൽ സൈന്യം വയനാട്ടിലേക്കെത്തി. കളക്ടർ തോമസ് ബാർബർ കലാപകാരികൾക്കെതിരെ വിളംബരം പുറപ്പെടുവിപ്പിച്ചതോടെ കാര്യങ്ങൾ കമ്പനിക്ക് അനുകൂലമായി മാറുമെന്ന് കരുതിയ കമ്പനിക്ക് തെറ്റി. ജനങ്ങൾ ഒരിക്കലും പഴശ്ശിയെയും സംഘത്തെയും കാട്ടിക്കൊടുത്തില്ല. പലരും അവരെ തങ്ങളാൽ കഴിയുന്ന വിധം സഹായിച്ചു. കോൽക്കാർ എന്ന തദ്ദേശീയ സൈന്യവും കമ്പനി സൈന്യവും ചേർന്ന് വയനാടൻ കാടുകൾ കയറി ഇറങ്ങിയെങ്കിലും ഫലമുണ്ടായില്ല. പക്ഷേ തലക്കൽ ചന്തു പിടികൂടി വധിക്കപ്പെട്ടതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. പല പ്രമുഖരും പിടികൂടി വധിക്കപ്പെട്ടതോടെ പഴശ്ശിപ്പട ക്ഷയിച്ചു തുടങ്ങി. ഒടുവിൽ 1805 നവംബർ 30 പുൽപ്പള്ളിക്കടുത്തുള്ള മാവിലന്തോടിൽ വെച്ച് പഴശ്ശിരാജയും അവശേഷിച്ച പടയാളികളെയും കമ്പനി സൈന്യം വളഞ്ഞു.
ഇന്ത്യയിലെ തന്നെ വലിയ ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു പഴശ്ശി കലാപങ്ങൾ. ശത്രുക്കൾക്ക് പോലും ബഹുമാന്യനായിരുന്ന ജനകീയനായിരുന്ന പഴശ്ശിരാജയെ എല്ലാ ആദരവോടും കൂടെ തന്നെ ബ്രിട്ടീഷുകാർ മാനന്തവാടിയിൽ സംസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ ജനസമ്മതി നേരിട്ടറിഞ്ഞ കളക്ടർ ബാബർ ഇങ്ങനെ എഴുതി: മരണത്തിന് പോലും മായ്ച്ചു കളയാനാവാത്ത ആദരവ് ജനങ്ങൾക്ക് പഴശ്ശിരാജാവിനോട് ഉണ്ടായിരുന്നു.